പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തോട് വളർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായ നീക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസത്തിന്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷിപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരിച്ചുകൾ കൊണ്ട് മറയ്ക്കണം. മോശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്റെ മേൽ ക്രമപ്പെടുത്തി വെക്കണം. വിളക്കുകാർ കൊണ്ടുവന്ന് അതിന്റെ മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ദൂരാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷിപേടകത്തിന്റെ മുന്നിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിയാൽ ഇടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുന്നിൽ നീ ദഹനബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക. ചുറ്റും അങ്കണം ഒരുക്കി അങ്കണ കവാടത്തിൽ യവനിക കുറുക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലം എടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹനബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ക്ഷാളനപാത്രവും അതിന്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹരോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപൗരോഹിത്യത്തിന്റെ ഭാഗവാക്കുകളാക്കും.
മോശ അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. ദൈവിക ഭവനത്തിൽ പോകാം സാമൂഹം ആദരമർപ്പിക്കാം. ദാവീദിനെ ഓർത്തഖിലേശ, അഭിഷിക്തനെ നീ തള്ളരുതേ. അവരുടെ സുതനെ നീയതും ഞാൻ സുസ്ഥിരനാക്കും ദ്രോണാസിൻ നിൻ ശപഥം നിരപ്പോർക്കണമേ. വിശ്രമനീകത്തിൽ പേടകമൊപ്പം നീ ആഗതനാകണമേ. ദാവീദിനെയോ അഖിലേശ, അഭിഷിക്തനെ നീ തള്ളരുതേ. അവരുടെ സുതനെ നീയതല്ല, സുസ്ഥിരനാക്കും ദ്രോണോസേ നിൻ ശപഥം നിതരാമാക്കണമേ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദാവീദിനെയോ അഖിലേശ, അഭിഷിക്തനെ നീ തള്ളരുതേ. അവരുടെ സുതനെ നീയതല്ല, സുസ്ഥിരനാക്കും ദ്രോണോസേ നിൻ ശപഥം നിതരാമാക്കണമേ. ആദീനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദാവീദിനെയോ അഖിലേശ, അഭിഷിക്തനെ നീ തള്ളരുതേ. അവരുടെ സുതനെ നീയതല്ല, സുസ്ഥിരനാക്കും ദ്രോണോസേ നിൻ ശപഥം നിതരാമാക്കണമേ. ഞങ്ങളുടെ ഏകശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥായ നീക്കും. ഇതുവരെ പ്രതിപാദിച്ചതിന്റെ ചുരുക്കമിതാണ്. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനാണ്. പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയമിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യതയും ജനതയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ ഇറങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവരെ ഉപദേശിച്ചു. പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. മഴ പോലെ വീഴട്ടെ വചനം ഹൃദയവയലുകളിൽ, ഉണർവേക വിളവേക ഹൃദയവയലുകളിൽ. മഴ പോലെ വീഴട്ടെ വചനം ഹൃദയവയലുകളിൽ, ഉണർവേക വിളവേക ഹൃദയവയലുകളിൽ.
സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സ്വന്തം എന്ന ചിന്തയിൽ ദൈവിക കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും നമ്മുടേതും ആയിത്തീരുക. ആ കാലത്ത് ഒരു സാപത്ത് യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാരുടെ വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നുവാൻ തുടങ്ങി. ഫരീസയർ ഇത് കണ്ട് അവരോട് പറഞ്ഞു, നോക്കൂ, സാപത്തിൽ നിശ്ചിതമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കും സഹചരന്മാർക്ക് ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ സാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധിയെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്നാൽ മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ്. യേശു അവിടുന്ന് യാത്ര തിരിച്ച് അവിടെ സിനഗോഗിലെത്തി. അവിടെ കൈ സൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവരോട് ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ ആരാണ് തന്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവരാണ് മനുഷ്യർ. അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ അത് സുഖം പ്രാപിച്ചു, മറ്റേ കൈ പോലെയായി. ഫരീസയർ അവിടുന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടി തന്റെ സഹശുശ്രൂഷകരായ മെത്രാപൂർത്തമാർക്കും മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും തന്റെ അജപാല ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും എഴുതുന്നത്, കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. മിശിഹാൻ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ റോമിലെ വിശ്വാസത്തിൽ സംഘം പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് എന്ന പ്രബോധന വഴി പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവശാസ്ത്രപരമായി ഉചിതമല്ല എന്നും കൃപാവരത്തിന്റെ മാതാവ് എന്നും മധ്യസ്ഥ എന്നുമുള്ള വിശേഷണങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കണം എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. കത്തോലിക്ക സഭ മാതാവിന് നൽകിയിരുന്ന ബഹുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെന്നും പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ അംഗീകരിക്കുകയാണെന്നുമുള്ള തെറ്റിദ്ധാരണ ധരിപ്പിക്കുന്ന ചർച്ചകളും വ്യാഖ്യാനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചുള്ള തിരുസഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയെ കുറിച്ച് 4 വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ ആധികാരികമായി പഠിപ്പിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവും നിത്യകന്യകയും അമ്മയോടുപോയി സ്വർഗാരോപിതയുമാണ് എന്നതാണ് ആ വിശ്വാസ സത്യങ്ങൾ. ഈ 4 സത്യങ്ങളും മാറ്റമില്ലാതെ തിരുസഭ ഇന്നും പ്രഘോഷിക്കുന്നു. അതേസമയം പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ദൈവശാസ്ത്രപരമായ വ്യതിയാനങ്ങളെ തിരുത്തുവാനാണ് പുതിയ പ്രബോധന രേഖ ലക്ഷ്യം വയ്ക്കുന്നത്. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന് ജന്മം കൊടുക്കുക വഴി ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെയും അമ്മയാണ്. മറിയത്തിന്റെ ആത്മീയ മാതൃത്വത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനമാണ് ഈ പ്രബോധന രേഖയിലെ ഹൃദയം. അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കാവുന്ന ചില വിശേഷണങ്ങളെ വിവേകപൂർവ്വം ഒഴിവാക്കുവാൻ ഈ പ്രബോധന രേഖ ആവശ്യപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹരക്ഷക എന്ന വിശേഷണം ഒഴിവാക്കുവാനുള്ള നിർദ്ദേശമാണ്. ഇതിനെ പുതിയൊരു നിർദ്ദേശമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. തിരുസഭ ഒരിക്കലും പരിശുദ്ധ കന്യകാമറിയത്തെ
മറിയം സകലരക്ഷകയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മറിയത്തോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുവാൻ ചില മനുഷ്യർക്ക് പരിശുദ്ധ അമ്മയെ സകലരക്ഷക എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ ഈ വിശേഷം ദൈവശാസ്ത്രപരമായ ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പുതിയ പ്രബോധന രേഖ ചെയ്തത്. മറിയം സകലരക്ഷകയാണ് എന്ന് പറയുമ്പോൾ മിശിഹായുടെ രക്ഷാകര കർമ്മം അതിൽ തന്നെ അപൂർണമാണെന്നും മറിയത്തിന്റെ സഹായം കൂടാതെ അത് സാധ്യമാവുകയില്ലായിരുന്നു എന്നും തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈശോയും മറിയവും ചേർന്നാണ് മനുഷ്യരക്ഷ സാധ്യമാക്കിയത് എന്ന് ചിന്തിക്കുവാനും ഇടയാക്കിയേക്കാം. മനുഷ്യകുലത്തിന്റെ രക്ഷയിൽ ഈശോ വഹിച്ച അതുല്യമായ സ്ഥാനത്തിന്റെ മഹത്വത്തിന് ഭംഗം വരുത്തുവാൻ ഇത്തരം തെറ്റിദ്ധാരണകൾ ഇടവരുത്തിയേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ പരാമർശം ഒഴിവാക്കുവാനുള്ള പ്രബോധന രേഖ നിർദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകര കർമ്മ പദ്ധതി മറിയം വഹിച്ച നിർണായകമായ പങ്കിനെ പുതിയ പ്രബോധന രേഖ യാതൊരു വിധത്തിലും നിഷേധിക്കുന്നില്ല. മറിയം ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കുകയും ഈശോയുടെ അമ്മയാകുവാൻ സഹനപൂർവ്വം സന്നദ്ധയാവുകയും ചെയ്തു. മറിയം ദൈവിക പദ്ധതിയോട് സഹകരിച്ചു എന്നതും സഹരക്ഷകയാണ് എന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിശ്വാസം കൊണ്ടും അനുസരണം കൊണ്ടും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന്റെ രക്ഷാകര കർമ്മത്തിൽ സഹകാരിണിയായി എന്നതാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം. അതുപോലെ തന്നെ മറിയത്തിന്റെ കൃപാവരത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ധ്വനി അതിനുണ്ടാകാം എന്ന വസ്തുതയും പ്രബോധന രേഖ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന പ്രയോഗവും പരിമിതികളുള്ളതാണ്. സകല കൃപകളുടെയും ഉറവിടം ദൈവം മാത്രമാണ്. ഏകജാതനായ മിശിഹ എല്ലാ കൃപകളും വർഷിക്കുന്നത് അവിടുന്ന് സ്ഥാപിച്ച തിരുസഭയിലെ പരിശുദ്ധ ഉദാശകളിലൂടെയാണ്. ഈ വിശ്വാസ രഹസ്യത്തിന്റെ സമഗ്രതയെ പരിരക്ഷിക്കുവാൻ കൃപാവരത്തിന്റെ അമ്മ എന്ന പ്രയോഗം ഒഴിവാക്കുന്നതാണ് അപേക്ഷണീയമെന്ന് പ്രബോധന രേഖ ചൂണ്ടിക്കാണിക്കുന്നു. വലിയ വിവേകവും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് മധ്യസ്ഥയായ മാതാവ് എന്നത്. പരിശുദ്ധ മറിയം നമുക്കായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു എന്നതിൽ സംശയമില്ല. നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ മാതാവിന് കഴിയും എന്ന് പറയുന്നത് അവർ മധ്യസ്ഥയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് തമ്മിലുള്ള ദൈവശാസ്ത്രപരമായ വ്യത്യാസതയാണ് പ്രബോധന രേഖ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തിനും മനുഷ്യനിടയിൽ ഏക മധ്യസ്ഥനായ ഈശോ മിശിഹ മാത്രമാണുള്ളത്. മിശിഹായുടെ ഏക മധ്യസ്ഥത്തിന് സമാനമായി മാതാവിന്റെ മധ്യസ്ഥ അപേക്ഷയെ അവതരിപ്പിക്കരുത് എന്നതാണ് തിരുസഭയുടെ ബോധ്യം. ഈശോ മിശിഹ ഏക മധ്യസ്ഥൻ ആയിരിക്കുന്നത് അവിടുന്ന് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നതുകൊണ്ടാണ്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥ പുലർത്തുന്ന മറ്റാരുമില്ല എന്നതാണ് മിശിഹ ഏക മധ്യസ്ഥൻ എന്നതിന്റെ അർത്ഥം. ഈ വ്യത്യാസത്തെ വ്യക്തമായി അവതരിപ്പിക്കാതെ മധ്യസ്ഥ എന്ന് പറയാൻ മറിയത്തെ വിളിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തും. ചുരുക്കത്തിൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ഈശോ മിശിഹായുടെ അതുല്യമായ അനന്യ ശ്രേഷ്ഠതയെ ഊന്നി പറയുകയാണ് ഈ പ്രബോധന രേഖയുടെ ലക്ഷ്യം. പരിശുദ്ധമായതോടുള്ള തിരുസഭയുടെ പരമ്പരാഗതമായ ഭക്തിയെ പരിപോഷിപ്പിക്കുന്നതും ശരിയായ ദിശാബോധം നൽകുന്നതുമാണ് പുതിയ പ്രബോധന രേഖ. പരിശുദ്ധ തിരുസഭയിൽ ഉന്നതമായ വണക്കത്തിന് യോഗ്യയാണ്. കുരിശിന് ചുവട് വരെ ഈശോയെ അനുഗമിക്കാൻ തക്ക വിശ്വാസബോധവും ആത്മധൈര്യവും മറിയത്തിനുണ്ടായിരുന്നു. തന്റെ മരണത്തിന് മുമ്പ് കുരിശിൽ വച്ച് ഈശോ വിശ്വാസികൾക്കെല്ലാം അമ്മയായി പരിശുദ്ധ മറിയത്തെ നൽകിയതാണ്. തിരുസഭയുടെ മാതാവും പ്രതീകവുമാകിയ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം സഭയ്ക്ക് മാതൃകയും പ്രചോദനവുമാണ്. ആത്മശരീരങ്ങളോട് പരിശുദ്ധമറിയം സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടെങ്കിൽ മറിയത്തെ അനുകരിക്കുന്ന സഭ മുഴുവനും അതേ സ്വർഗപ്രവേശനത്തിന് അർഹമാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടമാകുന്ന ജപമാലയും നൊവേനകളും ഉത്തരീയ ഭക്തിയും കത്തോലിക്ക സഭയെ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നതാണ്. രക്ഷാകര പദ്ധതി ഈശോയും മറിയവും വഹിച്ച പങ്കിനെ നിയതമായി നിർവചിക്കുന്ന ഈ പ്രബോധന രേഖയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ നിശ്ചിത താല്പര്യങ്ങൾക്കും തെറ്റായ പ്രബോധനങ്ങൾക്കുമെതിരെ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഓർമ്മിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴിയായി നിങ്ങൾ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കാരണം മൗത്ത് സെന്റ് തോമസ് ഉള്ള
മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ നിന്ന് 2025 ആണ്ട് നവംബർ മാസം 8-ാം തീയതി നൽകപ്പെട്ടത്. റാഫേൽ നടിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ക്രിസ്തുവിന്റെ ഭവനത്തിൽ സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനം ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ തന്നെ വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും കർത്തവാദമായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന ബോധത്തിൽ ഞങ്ങളുടെ പങ്കുകാരാകാൻ വേണ്ടി അനുദിനം ഞങ്ങളെ കുറിച്ചപ്പെടുത്ത് അങ്ങേ അനുഗമിക്കുവാൻ നാമം ചെയ്ത കർത്താവേ, സകലത്തിന്റെ രക്ഷകനായി പറയാൻ രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ പ്രമുഖമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാതാവേ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപദേശനും മേഖലാധ്യക്ഷൻ മാതാഫേയും മാതാസ്വന്തരാനെയും മറ്റെല്ലാ മതന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കേണ്ട കർത്താവേ, കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തിയും സമാധാനം ഞങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്ത കർത്താവേ, നമുക്കെല്ലാവർക്കും നാമേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ
നല്ല വാക്ക് ചൊല്ലി ഞാൻ നിന്റെ മുൻപിൽ നിന്നിടാം. മാവു നൽകും കാഴ്ചയായി നിന്റെ കീർത്തി പാടിടാം. നല്ല വാക്കു ചൊല്ലി ഞാൻ നിന്റെ മുൻപിൽ നിന്നിടാം. നാവു നൽകും കാഴ്ചയായി നിന്റെ കീർത്തി പാടിടാം. എന്നംബരംഗ ചിന്തയിൽ നീ മാത്രമാണ് നായക. ഈ ആത്മദാനവേദിയിൽ തിരുയാഗമാണ് ഓർമ്മയിൽ നിൻ സ്നേഹരാഗം പാടിടുന്നു സ്വീകരിച്ചിടണേ. ഈ അർത്ഥാവലിയോടും തമ്പുരാനും കാഴ്ചയോടൊപ്പം തമ്പുരാന്റെ പകലിരിക്കുന്ന യോഗ്യങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വഴി പിതാവായ ദൈവം തന്റെ ഉപയാനമനുഗ്രഹത്താലും ഈ കുർബാന മടങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങൾ അങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവ്വപാലക. സർവശക്തനാഥനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങൾ അങ്ങയിൽ. സർവസൃഷ്ടിജാലവും ദീർഘദൈവമാ സത്യജാതനന്യൻ ആദിജാതനാ സൃഷ്ടിയല്ല പുത്രനാം യേശുദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങൾ അങ്ങയിൽ. ദൈവസൂനു ദൈവമാണ് ഏകസത്തയിൽ. ലോകസൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനായി മർത്യരൂപമാക്കിയേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യദൈവസൂനുവേ അന്യരുത്തിരൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗ്ഗമാണു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴും മഹിതകാന്തിയിൽ. ഒടുവിലെങ്ങും നിമ്മതിയിൽ അന്നു വിധി
മർത്യമുക്തിയാമുയർത്തും നിത്യജീവനും പൂർണ്ണമായി ഞങ്ങളെ വരും സർവശക്തനാഥനാകും ഏകദൈവമേ വിശ്വസിക്കുമന്ദിരാം ഞങ്ങളങ്ങയിൽ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമീപനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ഉയരണമേ പ്രാർത്ഥനയഖിലേശ. ഉയരണമേ സുരഭിലധൂപം സ്വർഗ്ഗത്തിൽ തിരുസന്നിധിയിൽ വെള്ളപ്പൂ പോലതു വിടരണം. കർത്താവിശംസിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പാടിനാം
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുഹൃത്തേ, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മകനെ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാവമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കരങ്ങളുടെ ബോധയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ സമൂഹമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഓരമാം എന്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ.
നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവരെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. Amen.
കഴിഞ്ഞ ആഴ്ച സ്തോത്രം കാഴ്ച 10,576 രൂപ. ആദ്യ കുർബാനക്കായ സമർപ്പണം സെൻറ് ജോസഫ് സെൻറ് മേരീസ് സ്കൂൾ യൂണിറ്റുകൾ 810 രൂപ. സെൻറ് മേരീസ് സ്കൂൾ യൂണിറ്റിലെ മാസവരി 9,400 രൂപ. രണ്ടാമത്തെ കുർബാനയുടെ കായ സമർപ്പണം 960 രൂപ. ഈ കുർബാന 5,967 രൂപ. 3 ലക്ഷം രൂപയുടെ നിക്ഷേപം ജോലിയിലെയും അഖിലാവിയിലെയും തൊത്ത് ആരംഭിക്കുന്നു. താല്പര്യമുള്ളവർ അറിയിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വിഷയമായ സ്കൂളുകൾ ഭക്ത സംഘടനകളെയും കുടുംബീയത്തിലുടെയും നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രഭാത ഭക്ഷണങ്ങളുമായി തീർക്കുന്നു. അതോടൊപ്പം തന്നെ ഗെയിംസ് ഐറ്റംസുമായി ഉപയോഗിക്കുന്നുണ്ട്. സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സെമിത്തേരി കലറ നിർമ്മാണത്തിൻ്റെ പൈസ ഈ തലത്തിലെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സെൻറ് ആന്റണീസ് സ്കൂൾ യൂണിറ്റിൽ 5 മണിക്ക് റോയൽ സെക്രട്ടറിയുടെ വസതി സമർപ്പിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഘടകങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും പരിശുദ്ധത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി താൻ വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും വാഗ്ദാനത്തിൻ പൂർത്തിക്കാൻ സുഖനെ നൽകിയ താതന്നം സപതൻ വരനം മിശിഹായ്ക്കും സ്തുതിഗീതങ്ങൾ പാടിടാം. ദൈവികമാർഗം തീഷ്ണതയാൽ നിറയാൻ നിർമ്മലരായിടാൻ നമ്മെ നയിക്കും റൂഹായ്ക്കായി നിതരാം നന്ദിയുണർത്തിടാം. അന്ത്യവിധിക്കായി രാജാവാം മിശിഹായാഗതനാകുമ്പോൾ വലതുവശത്തണി ചേർന്നിടുവാൻ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. ജീവനിലും തീരു ശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പുരോഹിതനായ യേശു